അതാ ഒട്ടകല്ലേ? കിളി കിളി കിളി. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് മാളു സ്റ്റോറീസ്. സോ മാളു സ്റ്റോറീസിന്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. സോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മളെല്ലാവരും ട്രിവാൻഡ്രത്ത് പോവാണ്. സോ എന്തിനാണ് ട്രിവാൻഡ്രത്ത് പോകുന്നതെന്നൊക്കെ ഞാനിങ്ങനെ പതിയെ വ്ളോഗ്സിൽ പറയുന്നതായിരിക്കും. അപ്പം നമ്മൾ ഇന്ന് കാറിലാണ് പോകുന്നത്. ഒരു 9 to 10 hour നമുക്ക് കാറിൽ എന്തായാലും യാത്ര ഉണ്ടാവും. അപ്പോൾ ആ യാത്രയായിരിക്കും നമ്മുടെ ഇന്നത്തെ വ്ളോഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ യാത്രയിൽ എന്തൊക്കെ ചെയ്യുന്നു, എവിടേക്ക് ഇറങ്ങുന്നു എന്നുള്ളതൊക്കെ ആയിരിക്കും നമ്മുടെ ഇന്നത്തെ വ്ളോഗ്സ്. സോ അങ്ങോട്ടുള്ളൊരു ട്രാവലിംഗ് വ്ളോഗ്. സോ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇപ്പം ടൈം ഒരു 5:30 ആയി. സോ നമ്മൾ ഒരു 6:30 ഒക്കെ ആവുന്ന സമയത്ത് കാറ് വരും. നമ്മൾ 3 പേരും പിന്നെ നമ്മൾ 4 പേരും പിന്നെ ഒരാളും കൂടെ ഉണ്ട്. സോ ആ ആളെ ആളുടെ അടുത്തെത്തിയിട്ട് ഞാൻ ആളെ കുറിച്ച് ഞാൻ സംസാരിക്കുന്നതായിരിക്കും. സോ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഗൈസ്, അപ്പം നമ്മളെ കാറിന് വേണ്ടി ഇതാ കട്ട വെയിറ്റിംഗ് ആണ്. നമ്മളിതാ മലയിൽ വന്ന് നിൽക്കുകയാണ്, ബൈപ്പാസിൽ. സോ ഇവിടെയാണ് നമ്മുടെ കാറ് വരിക ഗൈസ്. നമ്മളിവിടെ എത്തിയിട്ടൊരു 10 മിനിറ്റായി. കാർ ഇപ്പം എത്തുന്നതാണ് നമ്മുടെ എല്ലാവരുടെയും ഒരു നിഗമനം സത്യം പറഞ്ഞാൽ. ഇപ്പോൾ വരും. ഹായ് ഗായ്സ്, സോ നമ്മൾ അങ്ങനെ ഫൈനലി കാറിൽ കയറി ഒരു അരമണിക്കൂർ ട്രാവൽ ചെയ്തപ്പോ സത്യം പറഞ്ഞാൽ അയ്യോ എന്റെ വ്ളോഗിൽ നിന്ന് ഓർമ്മ വന്നത്. എന്തായാലും ഓർമ്മ ഉണ്ട് ഗൈസ്, അത് കറക്റ്റ് ചെയ്യുന്നു. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളെ കൂടെ 4ാമത് ഒരാളും കൂടെ ഉണ്ടെന്ന്. സോ ആരാന്ന് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. സോ ഇതാണ് ആള്, നമ്മുടെ നന്ദകുമാർ എന്നാണ് ആളുടെ പേര്. ആളൊരു ഫിറ്റ്നസ് ട്രെയിനർ ആണ് ട്രിവാൻഡ്രത്തുള്ള. ബാക്കി പറയും ജിമ്മിന്റെ പേരൊക്കെ. വണ്ടി ഓടിക്കുന്നോണ്ട് പറ്റില്ല. കൊറാസ്കോ അല്ലേ? കൊറാസ്കോ എന്നല്ലേ ജിമ്മിന്റെ പേര്? കോർസാക്ക് എന്നാണ് എന്റെ തെറ്റാണ്. കോർസാക്ക് എന്നാണ് ജിമ്മിന്റെ പേര്. വർക്കല. നമ്മള് അതാ ഞാൻ പറയും. സോറി ഗൈസ്, ആറ്റിങ്ങിലാണ് ജിമ്മ് വരുന്നത്. നല്ല പേരാ ഗൈസ്, എല്ലാവർക്കും പെട്ടെന്ന് കിട്ടുന്നതിനൊക്കെ വേണ്ടി. കോർസാക്ക് ഫിറ്റ്നസ് സ്റ്റുഡിയോ എന്നാണ് നമ്മുടെ ജിമ്മിന്റെ പേര് വരുന്നത്. പ്രീമിയം ജിമ്മാണ്. സോ നമ്മളിപ്പം പോകുന്നത് ട്രിവാൻഡ്രം ജിമ്മിലോട്ടാണ്. സോ എന്തിനാണ് പോകുന്നത് ഞാൻ പറഞ്ഞില്ല, അത് കുറച്ച് കഴിഞ്ഞിട്ട് പറയാം ഗൈസ്. ചിരിക്കി ഞാനിവരെ ഇങ്ങനെ നിർബന്ധിച്ച് ചിരിപ്പിക്കാന്നൊക്കെ വിചാരിക്കും ഗൈസ്. ഗൈസ്, ഞങ്ങളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് ഗൈസ്, പാമ്പ് പോകുന്നു ഗൈസ്. നമ്മളിപ്പോ പോകുന്നത് പുഴയുടെ നടുവിൽ കൂടെയാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നത്. പക്ക റോഡാണ് ഗൈസ്. ഇത്രയും അവസ്ഥാനന്തരായിട്ടുണ്ട് നമ്മുടെ കേരളത്തിന്റെ അവസ്ഥ. സത്യം പറഞ്ഞാൽ പേടിയാവുന്നുണ്ട്. പാമ്പാ പോയ, കറക്റ്റ് പാമ്പ്. ബീച്ചിലൊക്കെ പോയ മാതിരി തിരമാലടിക്കും. ഓസം. എന്റെ വ്ളോഗേഴ്സ് ഇവർക്ക് മൊത്തം ഓസാണ് സത്യം പറഞ്ഞാൽ. അവിടെ പുഴ അമ്മേ, ഇതൊക്കെ നോക്ക്, ലെഫ്റ്റ് സൈഡിലെ വീടൊക്കെ. അമ്മേ, ഫുൾ വെള്ളം മുങ്ങി കഴിച്ച് എല്ലാ വീടും ഓൾമോസ്റ്റ് വെള്ളത്തിലാണ്. നമ്മളെ ഗൂഗിൾ മാപ്പ് ചതിച്ചു കഴിച്ച്. നിങ്ങൾ വെള്ളം നീന്തി പോയാ മതി എന്നൊക്കെ പറഞ്ഞത്. ഓ വയലാ, ഫുൾ മെയിൻ റോഡല്ല, ഇത് ഫുൾ വയലാ. പക്ഷെ 2 സൈഡും പള്ളിയിലേക്ക് വെള്ളം കയറി. ഗൈസ്, അങ്ങനെ നമ്മൾ നീണ്ട ഒരു 1.5 മണിക്കൂറിന് ശേഷം 2.5 മണിക്കൂറിന് ശേഷം നമ്മളിതാ തൃശ്ശൂർ കുന്നംകുളം എത്തി. സോ ഇനി ഫുഡ് കഴിക്കണം. നമ്മൾ 4 പേരും പുറത്തിറങ്ങിയിട്ടുണ്ട് ഗൈസ്. നല്ല വിശപ്പുണ്ട് ഗൈസ്. ഗൈസ്, അപ്പം നമ്മൾ ഫുഡ് കഴിച്ചു. സോ ഫുഡ് സത്യം പറഞ്ഞാൽ നല്ല പച്ച അബദ്ധം കഴിഞ്ഞു. സോ അതാണ് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും കൊടുക്കാഞ്ഞത്.
അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചതിന് ശേഷം ഒരു ജ്യൂസ് വാങ്ങാം, 3-4 പേർക്കും ജ്യൂസ് വാങ്ങാമെന്ന് വിചാരിച്ച് നമ്മളൊരു ജ്യൂസ് ഷോപ്പ് കയറിയാണ്. അപ്പോൾ നമ്മൾ ജ്യൂസ് ഇനി വാങ്ങിയിട്ട് കാർന്ന് കുടിക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് കുടിക്കാനുള്ള ടൈമില്ല, പിന്നെ ഓൾമോസ്റ്റ് എല്ലായിടത്തിലും അടച്ചതാണ് വെള്ളം കയറിയിട്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളിനി ജ്യൂസ് വാങ്ങിയിട്ട് നേരെ നമ്മളെ യാത്ര സ്റ്റാർട്ട് ചെയ്യും. സമയം ഇപ്പോൾ 1:57. ഞാനിവിടെ ഉറക്കമൊക്കെ ചാവാനാണ്. ഞാൻ മുന്നിൽ തന്നെ ഇരിക്കുന്നതുകൊണ്ട് ഞാൻ ഉറങ്ങാൻ പാടില്ല എന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ ടാസ്ക്. കാരണം നമ്മുടെ ഡ്രൈവർ സ്പൾബർ ഉറങ്ങിപ്പോയി. അതുകൊണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഉറങ്ങാനിങ്ങനെ കണ്ണ് തള്ളിയിടിക്കുന്നത്. കണ്ണിൽ മറ്റേ പണ്ടൊക്കെ പറയുന്നത് മറ്റേ കൊള്ളി വെക്കേണ്ട ഒരു അവസ്ഥയാണ് സത്യം പറഞ്ഞാല്. ഞാൻ ഉറക്കം ഉറങ്ങി വന്നപ്പോഴാണ് സ്പൾബർ വണ്ടി കൊണ്ടുപോയതിലോ പടപടപടപടന്ന് പോയപ്പോ എന്റെ ഉറക്കം മൊത്തം പോയി ഗൈസ്. അപ്പൊ ഇനിയിപ്പോ നമ്മളിനി ഉറങ്ങൂല. ഇപ്പൊ 1:58, 2 മണിക്ക് 2 മിനിറ്റ്സ് ബാക്കി. ഇനി നമുക്ക് ബാക്കി മുന്നോട്ട് നോക്കാം. ചിലപ്പോ 4 മണിക്ക് ഞാൻ ഇതേ അവസ്ഥയാണോ എന്നൊക്കെ ബാക്കി ഇവരൊക്കെ വീഡിയോ എടുക്കും, ഉറങ്ങാണോ എന്താ കഥ എന്നൊക്കെ ഉള്ളത്. സോ നമ്മൾ എന്തായാലും മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പൊ നമ്മൾ ഏകദേശം കോട്ടയം റോഡൊക്കെ കയറാനായി. എന്തായാലും രാവിലെ 6 മണിക്ക് എത്തുന്നതാണ് ഡ്രൈവർ വീണ്ടും പറയുന്നത്. നമുക്ക് നോക്കാം എന്തായാലും രാവിലെ ആവുമ്പോ. റോഡ് മുറിച്ച് കിടക്കുന്ന ആമ. നമ്മൾ ഈ കാഴ്ചകൾ ഇതേപോലത്തെ വലിയ വലിയ ജീവികളെയാണ് നമ്മൾ കാണുന്നത്. ഇപ്പൊ തന്നെ ഓൾമോസ്റ്റ് നമ്മള് പാമ്പ്, പിന്നെ മരപ്പട്ടി, ആമ, പിന്നെന്ത് വേണ്ട തവള, ഇങ്ങനെയുള്ള വലിയ വലിയ ഐറ്റംസ് ഒക്കെ. നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള ജീവികളാണ് നിങ്ങൾ കാണുക എന്ന് കമന്റ് ചെയ്യുക. ഞങ്ങൾ ഇതൊക്കെയാണ് കണ്ടത്. ഇനി മുന്നോട്ട് പോകുമ്പോ എന്താ, അതാ ഒട്ടകല്ലേ, കിളി. സോറി കിളി. ഉറക്കത്ത് എന്താണെന്ന് സത്യം പറയാൻ മനസ്സിലാകുന്നില്ല. കിളിയാണ് നമ്മളിവിടെ കാണുന്നത്. ഞാൻ ഇവിടെ ഒട്ടകം എന്ന് പറഞ്ഞപ്പോ അപമാനിച്ചു. പക്ഷെ ഒട്ടക പക്ഷി ആയിരിക്കുമോ? അല്ല, കിളി ഗൈസ്, കറക്റ്റ് കിളി ഗൈസിന്. എന്താ അറിയില്ല ഗൈസ്, പറയേണ്ട എന്താ അറിയില്ല. ഐഷു ബാക്കിൽ കിടന്നുറങ്ങുന്ന ഗൈസ്. അവര് 3 പേരും പോത്ത് പോലെ കിടന്നുറങ്ങി ഇത്രയും നേരം. എന്താ അമ്മേ, ഇത്രയും നേരം ഞാൻ ഓരോ അമ്പ് തന്നെയല്ലേ ഞാൻ പറഞ്ഞു. ഇപ്പൊ ഞാൻ വീഡിയോയിലായിട്ടാണ് അമ്പ് എന്ന് പറയാൻ വിട്ടുപോയത്. ഗൈസ്, അങ്ങനെ സമയം ഏകദേശം 3:30 ആയിട്ടുണ്ട്. നമ്മളൊരു ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയാണ് ടീ സ്പോട്ടിൽ. അപ്പോൾ ഇനി ഏകദേശം ഒരു 1.5 മണിക്കൂർ കൊണ്ട് നമ്മൾ ട്രിവാൻഡ്രം വർക്കല എത്തും. സോ നമുക്ക് വർക്കലക്കാണ് പോകേണ്ടത്. അപ്പം ഇത്രയും നേരത്തെ കാറിലിരുന്നെല്ലാം കൂടെ ഒരുപാട് ഇളകിയിട്ട് സത്യം പറഞ്ഞാൽ. ഇത്രയും നേരത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മൾ 1.5 മണിക്കൂർ കൊണ്ട് എത്തും ഗൈസ്. സോ നമുക്ക് ചായ കുടിക്കാം. സോ ഗൈസ്, അപ്പം നമ്മൾ ഇന്നത്തെ ഈ ഒരു വ്ളോഗാണ് നമ്മൾ ഇങ്ങോട്ട് ട്രാവൽ ചെയ്തത്. ആക്ച്വലി ട്രിവാൻഡ്രത്തേക്ക് നമ്മളിവിടെ റൂം എടുത്താണ്. നാളെ ആണെങ്കിൽ നമ്മൾ ട്രിവാൻഡ്രം വന്ന പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ നടക്കാൻ പോകുന്നത്. അപ്പോൾ നല്ല ടയേർഡാണ്. ഓൾറെഡി നമുക്കറിയാം കാറിൽ വന്നാൽ എത്രത്തോളം ക്ഷീണം ഉണ്ടാവും എന്നുള്ളത്. അപ്പം നമ്മൾ കുറച്ച് കിടന്നിറങ്ങട്ടെ ഗൈസ്, നമ്മൾ 4 ആളും കൂടെ. അപ്പം മാളു സ്റ്റോറീസിൻ്റെ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ സ്റ്റേ ട്യൂൺ.